ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കാം. ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കണേ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നോട് പറഞ്ഞു പിള്ളേർ പുറമെ പോയേക്കണ കുട്ടികൾക്ക് പെട്ടെന്ന് എന്താണ് ഉണ്ടാക്കി ഒരു തോരൻ ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു തോരൻ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്, അവർക്ക് കഴിക്കാനായിട്ട് പെട്ടെന്നൊരു തോരൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അവർക്ക് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അവർക്കന്ന് പെട്ടെന്നൊരു തോരൻ ഉണ്ടാക്കിയിട്ട്, നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയാം, അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിത് ഉണ്ടാക്കണേ. ഓക്കെ, നമുക്ക് ഈ ചുവന്നുള്ളി, നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി മുളകൊന്ന് ചതച്ചിട്ട് വരാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണിത്. അപ്പം പേടിക്കണ്ട, ഇപ്പം തന്നെ ചതച്ചിട്ട് ഓടി വരും. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്ക് ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ച ഉള്ളിയും കാന്താരി മുളകൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചതച്ച് വെച്ചതല്ലേ, അത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കണ്ടോ, അത് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സബോള ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പതുക്കെ വഴണ്ടട്ടെ. അപ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ചുമയൊക്കെ വരണുണ്ട് കേട്ടോ, ഈ കാന്താരി മുളകിൻ്റെ മണടിച്ചിട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കണ്ട. വേറെ ഒന്നും ഇതിനാവശ്യമില്ല കേട്ടോ. ചുവന്ന മുളകും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി എന്നും പറഞ്ഞുകൊണ്ട് ആരും ഇനി ഇതിനൊന്നും ചെയ്യണ്ട. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത്, ഈ നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങളും ഇട്ട് കൊടുത്ത്, ഇതൊന്ന് 10 മിനിറ്റ് നേരം വേവേണ്ട ആവശ്യമുള്ളൂ. 2 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ അവിടെ നിന്ന് മൂടിയിരുന്ന് അവിടെ ഇരുന്ന് ഇച്ചിരി നേരം വേവട്ടെ കേട്ടോ. ഒരു 10 മിനിറ്റ് വേവുമ്പോഴത്തേക്കും തോരനായി, ബീറ്റ്റൂട്ട് തോരനായി. വേറൊന്നും ചെയ്യാനില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. കഴിഞ്ഞു കേട്ടോ നമ്മുടെ പണി. ഇതൊന്ന് വേവട്ടെ, ഇനി ഒരു 10 മിനിറ്റ് വരെ വെന്താൽ മതി. അപ്പോഴത്തേക്കും അത് വെന്തോളും. ഇത്രയും പണിയുള്ളൂ, പെട്ടെന്ന് തന്നെ തീർന്നു. അപ്പോൾ ഇനി അമ്മമാരെ എന്നെ വിളിച്ചിട്ട് പറയണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ വീഡിയോ ഇട്ട് കൊടുക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് പറയുക കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇതേ ബീറ്റ്റൂട്ട് റെഡിയായി, ബീറ്റ്റൂട്ട് തോരൻ റെഡിയായി. ഓക്കേ, അപ്പോൾ എല്ലാവരും പോയിട്ട് ഇനി ബീറ്റ്റൂട്ട് തോരൻ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വന്നു. ഇതിന് വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. മുളക് പൊടി ഇടണ്ട, മഞ്ഞപ്പൊടി ഒന്നും ഇടണ്ട കേട്ടോ. അതെ, ഇത്രയും ചെയ്താൽ മാത്രം മതി. നല്ല എരിവുണ്ട്. എരിവ് കുറച്ചിടുന്നവർക്ക് കുറച്ചിട്ടാലും മതി. ഈ ബീറ്റ്റൂട്ട് ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം, അത്രയുള്ള പാടുള്ളൂ. ചെറുതായിട്ട് അരിയണം. അതിന് വേണ്ടിയിട്ട് ഇന്ന് കുറേ ഉപകരണങ്ങൾ പിള്ളേരുടെ കയ്യിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ
അതൊന്നും ഒരു വിഷയമൊന്നല്ല. ഓക്കെ.